പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അത് ബംഗാളിൽ നമുക്കറിയാം, മമതാ ബാനർജിയെ വീഴ്ത്തിക്കൊണ്ട് സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം 5 കൊല്ലമായുള്ളൂ BJP-യിലേക്ക് വന്നിട്ട്. പക്ഷേ അതൊന്നും കൊണ്ട് കാര്യമില്ല. കാരണം BJP-യുടെ അജണ്ടകളും RSSൻ്റെ അജണ്ടകളുമൊക്കെ നടപ്പിൽ വരുത്തുന്നതിൽ പലപ്പോഴും പഴയ RSSകാരെക്കാളും BJP-യെക്കാളും ഒക്കെ വലിയ ശ്രദ്ധ ചെലുത്തുന്നത് നമുക്കറിയാം ഈ പറയുന്ന പുതിയ ആളുകളാണ്. കാരണം അവർക്ക് അവരുടെ ലോയൽറ്റിയും വിധേയത്വവും ഒക്കെ പ്രകടിപ്പിച്ചേ പറ്റും. അപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഓർഡർ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് മദ്രസ ബോർഡ് എന്ന് പറയുന്ന ബോർഡുണ്ട്. ആ സ്റ്റേറ്റ് മദ്രസ ബോർഡ് ഇറക്കിയിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത് മദ്രസകളിൽ വന്ദേ മാതരം പാടണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഈ മദ്രസകളിൽ വന്ദേ മാതരം പാടണമെന്ന് പറയുമ്പോൾ വന്ദേ മാതരത്തിൻ്റെ വിട്ടുകളയണം എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്റ്റാൻസുകൾ അടക്കം പാടണം ഏറ്റവും ആദ്യം എന്നുള്ള ഉത്തരവാണ് കൊടുത്തിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിലുള്ളത് പ്രൈവറ്റ് ആയിട്ടുള്ള മദ്രസകളല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള, സ്റ്റേറ്റ് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള, സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ നടത്തുന്ന, സ്റ്റേറ്റ് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ട് അൺഎയ്ഡഡ് ആയിട്ടുള്ള മദ്രസകളുണ്ട്. അത് മദ്രസ ബോർഡിൻ്റെ കീഴിലാണ്. അവിടെ പഠിക്കുന്നതിൽ ഏതാണ്ട് ഒരു 15% കുട്ടികളൊക്കെ തന്നെ അന്യമതസ്ഥരായിട്ടുള്ള കുട്ടികളടക്കം ഇതിൽ പഠിക്കുന്നുണ്ട്. കാരണം മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സ്കൂളുകളിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു ഓർഡർ ചെന്നിട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ക്രൈം ഓൺലൈനിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന അവിടുത്തെ ആങ്കറൊക്കെ തന്നെ എന്നോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഭാരതാംബയെക്കുറിച്ച് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. ഭാരതാംബ ഒരു ഫോട്ടോയല്ല, അവിടെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചിരുന്നു, ഈ പാട്ട് പാടിയാൽ എന്താ കുഴപ്പം, അതിന് അപരമത വിദ്വേഷമൊന്നുമില്ലല്ലോ, പിന്നെ പാടിക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചാൽ പോരെ എന്ന് ചോദിക്കേണ്ടേ. അപ്പോൾ അങ്ങനെ പാടിക്കോട്ടെ എന്നും അതൊരു ഭാരതാംബ ഒരു ഫോട്ടോയല്ലേ എന്നും അതവിടെ ഇരിക്കട്ടെ എന്നും വിചാരിച്ചാൽ, ഇനി ഈ പറയുന്ന വന്ദേ മാതരത്തിൻ്റെ വരികൾ അത് യഥാർത്ഥത്തിൽ ഒഴിവാക്കിയ വരികളാണ് നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ട് ഒഴിവാക്കിയതുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ലക്ഷ്മിയെയും സരസ്വതിയെയും ദുർഗയും ഒക്കെ ഒരു രാജ്യമായി കണ്ട് വണങ്ങണം എന്ന് പറയുന്ന വരിയാണ് ഒഴിവാക്കിയത്. അങ്ങനെ വണങ്ങണം എന്ന് പറയുന്ന ഒരു വരി ഒഴിവാക്കാൻ കാരണമെന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം അത് മുഹമ്മദ് അലി ജിന്നയും പഴയ മുസ്ലിം ലീഗും ഒക്കെ എതിർത്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അങ്ങനെ എതിർത്തുകൊണ്ട് മാത്രമല്ല, അവരൊക്കെ പാകിസ്ഥാൻ നേടിപ്പോയതിന് ശേഷവും കോൺഗ്രസിൻ്റെ ഉന്നതമായ ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും ഒക്കെയാണ് അത് ഒഴിവാക്കാൻ കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഹിന്ദുക്കളുണ്ട്, പാസികളുണ്ട്, സിഖുകാരുണ്ട്, ജൈനരുണ്ട്, ബുദ്ധരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ മുസ്ലിംസ് ഉണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി മതസ്ഥർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, അത് ഹിന്ദുവിൻ്റെത് മാത്രമല്ല ഞാൻ പറയുന്നത്, മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പാഴ്സിയുടെയോ സിഖിൻ്റെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം ഈ പറയുന്ന ഒരു ആരാധനകളെ അല്ലെങ്കിൽ അവരുടെ ദേവതകളെ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് രാജ്യത്തെ അതിനോട് ഉപമിക്കുന്നതിൽ ഒരു അഭംഗിയുണ്ട്. അതെല്ലാവർക്കും തന്നെ സ്വീകാര്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അന്നത് ഒഴിവാക്കിയത്. അത് ഏറ്റവും മഹത്തരമായ തീരുമാനമാണ്. അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വന്ദേ മാതരത്തിൻ്റെ ഒരു കൃത്യമായിട്ട് വന്ദേ മാതരത്തിൻ്റെ ബാക്കിയുള്ള വരികളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും അതിനൊരു ദേശഭക്തി ഗാനമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ദേശഭക്തി ഗാനമായി അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1947 സ്വാതന്ത്ര്യം കിട്ടി, ഏതാണ്ട് 80 കൊല്ലങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യമെന്ന് പറയുന്നത്, ഈ മുസ്ലിം സമുദായത്തിനെതിരെ ഒരു വിദ്വേഷം പടർത്തിക്കൊണ്ട് അവർ ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരാണ്, രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണെന്ന് പറയാൻ വേണ്ടിയിട്ടും അവർ ഉയർത്തുന്ന പ്രൊട്ടസ്റ്റുകളെ അനുപാതികമായിട്ട് ഇപ്പുറത്ത് ഹിന്ദുവിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്നും വിചാരിച്ചുള്ള രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ എതിർക്കപ്പെട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായി പോകും. കാരണം ഇത് എതിർത്തില്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച എങ്ങനെ നടക്കുമെന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ ഇനി എതിർക്കപ്പെടുകയും വലിയ തോതിൽ ഭയാശങ്കകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സുവേന്ദു അധികാരി ഇത്തരത്തിലുള്ളൊരു പണി അവിടെ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഭാരതാംബയും ഈ പറയുന്ന വന്ദേ മാതരവുമൊക്കെ മുഴുവൻ ചൊല്ലിക്കുന്നതിൻ്റെ പിന്നിൽ രഹസ്യം. ആസാമിലും ബംഗാളിലും ഒന്നും ഇത് ചെയ്തില്ല മന്ത്രിസഭകൾ അധികാരമേൽക്കുമ്പോൾ എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അവിടെയൊക്കെ ചെയ്യാത്തത് അവിടേക്ക് ഇനി കാലം കഴിഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ്. അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ഇത് ചെയ്തത്, കേരളത്തിലടക്കമുള്ള ഒരു സൈസബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കുകയും മുസ്ലിം ലീഗ് അല്ല, മുസ്ലിം സമുദായം എന്ന് മനസ്സിലാക്കുകയും ആ മുസ്ലിം സമുദായം എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ എതിർപ്പുകൾ ഉയർന്നുകൊണ്ട് വരുമ്പോൾ തൊട്ടിപ്പുറത്തെങ്കിലും കൺസോൾട്ടേഷൻ കുറച്ചുകൂടി കൂടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം
BJP ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും 70%-ലധികം 80%-ഓളം 79%-ഓളം ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ആ 79%-ൽ നിന്ന് പോലും ഇപ്പോഴും അവർക്ക് കിട്ടുന്നത് കേവലം 36% വോട്ടുകളാണ് എന്നുള്ളത് അറിയണം. എന്ന് പറഞ്ഞാൽ NDA മുന്നണി ഒരുമിച്ച് വെച്ചാൽ പോലും 43%-ലധികം വോട്ടുകളാണ്. അപ്പോൾ അതായത് ആ വലിയ തോതിൽ ഹിന്ദുവിൻ്റെ ഏകീകരണം ഇപ്പോഴും നടന്നിട്ടില്ലെന്നും അത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെ ലളിതവൽക്കരിക്കുകയും കൂടി ചെയ്താലേ ആളുകൾക്ക് തോന്നുള്ളൂ ഇത് ശരിയാണല്ലോ എന്ന്. കാരണം ഒരു പാട്ടല്ലേ, ദുർഗയും ലക്ഷ്മിയും അതുപോലെ തന്നെ സരസ്വതിയെക്കുറിച്ച് പാടിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളത്, അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ കൾച്ചർ എന്ന് പറയുന്നത് അതും ഇവരുടെ ഒരു തന്ത്രമാണ്. RSSൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു അജണ്ട ആയുധം എന്ന് പറയുന്നത് കൾച്ചറൽ നാഷണലിസമാണ്. എന്ന് പറഞ്ഞാൽ നാഷണലിസവും നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറും കൂടി ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഹിന്ദുത്വ കൾച്ചറിനെയും കൂടി ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇതാണ് ഇന്ത്യയുടെ കൾച്ചർ എന്ന് വരുത്തി തീർക്കുകയും അത് അംഗീകരിക്കാൻ എല്ലാവരെയും തന്നെ നമ്മൾ ആ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ അത് അംഗീകരിക്കാനും ഒക്കെ തന്നെ എല്ലാവരെയും നിർബന്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ഈ വന്ദേ മാതരമൊന്നും പാടണ്ടെന്ന് നമ്മളാരോടും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇത് ഗവൺമെൻറ് പരിപാടികളിൽ പാടണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു. ആ കമൻറ്റിന് കൂടി മറുപടി പറയണമെന്ന് തോന്നി. പാടിയത് VD സച്ചിൻ്റെ പ്രൈവറ്റ് പരിപാടിയിലല്ല, കാരണം മുഖ്യമന്ത്രിയുടെ ആയി അവരോധിക്കപ്പെടുന്ന പരിപാടിയിലാണെന്നാണ്. ആ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന ഗവൺമെൻറ് പരിപാടികളിൽ ഇതെന്തിനാണ് ഇപ്പോൾ പാടണമെന്ന് ഇവർ നിർബന്ധം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ കുത്തിത്തിരിപ്പുകൾ ഇവിടെയൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ അറിയേണ്ടത്. ഇപ്പോൾ അവിടെ ഒരു ടിക്കിയപ്പാറ എന്ന് പറയുന്ന ഹൗറക്കടുത്തുള്ള ഒരു മണ്ഡലത്തിൽ, ആ ഹൗറ ഡിസ്ട്രിക്റ്റിലെ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരു ബൂത്തിൽ അവിടെ മുസൽമാൻ ലൈൻ എന്ന് പറയുന്ന ഒരു ബൂത്താണ്. ആ ബൂത്തിൽ അവിടെ ടിക്കിയപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു ബൂത്തിൽ വോട്ടെണ്ണിയപ്പോൾ യഥാർത്ഥത്തിൽ 316 വോട്ടിന് ജയിച്ചിരിക്കുന്നത് ആദ്യം അവിടെ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 316 വോട്ടിന് ആദ്യം ജയിക്കുന്നത് TMCയുടെ കാൻഡിഡേറ്റാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അത് ഈ ബൂത്തുകളിലെ വോട്ട് കൂടി എണ്ണിയപ്പോഴാണ്. അപ്പോൾ അങ്ങനെ മുസൽമാൻ എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്ന അവരിരിക്കുന്ന ബൂത്തിൽ എണ്ണിയപ്പോൾ വീണ്ടും അതിൽ വലിയ മെജോറിറ്റിയും മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയാണ്. ആ മുസ്ലിംസ് ഉള്ള ഏരിയ വീണ്ടും എണ്ണിയപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ BJP ആണ് ഇലക്ഷൻ കമ്മീഷൻ ജയിച്ചതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും 316 വോട്ടിനാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം എണ്ണിയപ്പോൾ TMC 316 വോട്ടിന് ജയിക്കുകയും രണ്ടാമത് ഇതെല്ലാം എണ്ണിക്കഴിഞ്ഞിട്ടും മുസ്ലിംസിന് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ 316 വോട്ടിന് വീണ്ടും ഇവർ ജയിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളും കൂടി നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കരുത്. അത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുപോലും വളരെ വിചിത്രമായ റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടുപോലുമാണ് വെസ്റ്റ് ബംഗാളിൽ ഈ ജയം സമ്മാനിച്ചിട്ടുള്ളത്. ആ ജയത്തിന് പുറകെ ഈ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ 74% വരുന്ന ഹിന്ദുക്കളുടെ വോട്ടുകളെല്ലാം തന്നെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഭരണമേറ്റെടുത്ത് ഏതാനും ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളുമായി സുവേന്ദു അധികാരി രംഗത്ത് വന്നിട്ടുള്ളത്. മിക്കവാറും ബംഗാളിൽ ഇനി കാലാകാലം തന്നെ BJP തുടർന്ന് ഭരിക്കും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഒരു 5-6 മാസം കഴിയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ കണക്കുകൾ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ പോലും നമുക്ക് ലഭ്യമാവുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ മമതാ ബാനർജിയും അതുപോലെയുള്ള മറ്റു ചില ആളുകളുമൊക്കെ തന്നെ നേരത്തെ തന്നെ ഉയർത്തിയതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒത്തുകളിക്കുന്നുവെന്നും EVM മെഷീനുകളിൽ ടാമ്പറിങ് നടന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം അവർ ഉന്നയിച്ചു. പക്ഷെ അതാരും തന്നെ ഗൗരവത്തിലെടുത്തില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഏത് പാർട്ടികൾ പ്രതിപക്ഷത്തേക്ക് വന്നാലും അവരെല്ലാവരും തന്നെ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി വാസ്തവമാണ്. അപ്പോൾ അതുപോലെ തന്നെ TMCയെ കൂടി തകർക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും ഒരു കുക്ഡപ്പായിട്ടുള്ള അസുദ്ദീൻ ഒവൈസിയുടെ പോലെയോ അല്ലെങ്കിൽ ഹുമയൂണിനെ പോലെയുള്ള ആളുകളുടെയോ ഒരു പ്രതിപക്ഷ പാർട്ടി കൂടി ഉയർന്നു വരുമോ എന്നുള്ളത് മാത്രമേ ഇനി ബംഗാളിൽ കാണാനുള്ളൂ. ഈ ടോപ്പിക്ക് കഴിഞ്ഞ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, നമ്മുടെ മറ്റൊരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ അതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് 2021 ഒരു ക്യാപ്റ്റനായിരുന്ന കരുതൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 99 സീറ്റുകളോടുകൂടി അധികാരത്തിലേക്ക് വന്ന 2% വോട്ടുകൾ കഴിഞ്ഞ 2017 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ പിണറായി വിജയൻ എങ്ങനെയാണ് വലിയ അഴിമതി കേസുകളോ വലിയ ആരോപണങ്ങളോ ഒന്നും നേരിടാതെ തന്നെ
അദ്ദേഹത്തിൻ്റെ ഇമേജ് എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്നുള്ളതും അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അത് എങ്ങനെയാണ് കൃത്യമായിട്ട് എതിര് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ മൊബിലൈസ് ചെയ്തതെന്നും അവരോരോരുത്തരും അറിയാതെ പോലും എങ്ങനെയാണ് അവരെ എല്ലാം കരുക്കളാക്കി മാറ്റിക്കൊണ്ട് വി ഡി സതീശൻ അധികാരത്തിലേക്ക് വന്നത് എന്നുള്ളതിന് പിന്നിലും അതിൻ്റെ പുറകിൽ ഏറ്റവും വലിയ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളത് BJPയും സംഘപരിവാറും അതുപോലെ മൗദൂദികളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കാരണസഹിതം നിങ്ങളോട് പറയുന്ന 1 മണിക്കൂർ 42 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റ് എല്ലാവരും കാണുകയും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നിരന്തരമായി ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടി ആവശ്യമുണ്ട്. ആ സപ്പോർട്ടിന് വേണ്ടി നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്താൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 6 വരെ ഉണ്ട്. അങ്ങനെ പല എമൗണ്ടുകൾ അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. കൂടാതെ നമ്മളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് അതും കൂടി ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇതിനേക്കാളൊക്കെ വലിയ സഹായം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ വീഡിയോകൾ കൃത്യമായി കാണുകയും താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ കാണുക. ചാനലിൻ്റെ പേരൊരിക്കൽ കൂടി മറന്നു പോകരുത്. BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ്. പൊതുബോധങ്ങൾക്കുമപ്പുറം ഇതുവരെയുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു പൊതുവായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബോധ്യങ്ങൾക്കപ്പുറമുള്ള നിരവധി കാര്യങ്ങളായിരിക്കും ആ ചാനലിലൂടെ പുറത്തു വരിക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ്.